ഹലോ ഫുട്ബോൾ ഫാൻസ്, ആർസണൽ ഫാൻസ്. അപ്പം വി ആർ ബാക്ക് വിത്ത് അവർ പോസ്റ്റ് മാച്ച് റിവ്യൂ. ആർസണൽ വെസസ് ബുൾസ് വെസസ് ആർസണൽ അവേ മാച്ച് 1-0 വിക്ടറി. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഗുഡ് വിൻ, 3 points ഇൻ ദ ബാഗ്. കളീനെ പറ്റി നമുക്ക് അനലൈസ് ചെയ്യാൻ നമുക്ക് സഞ്ജയ് ബ്രോ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിലോട്ട് ഡിസ്കസ് ചെയ്യാം. ബട്ട് ടു സ്റ്റാർട്ട് ദ വീഡിയോ, ഹാറ്റ്സ് ഓഫ് ടു മൈക്കിൾ ഒലിവർ. ഇതിലും സൂപ്പറായിട്ട് ആർസണലിനെതിരെ റെഫർ ചെയ്യാൻ വേറൊരു കോച്ചിനും അല്ല റെഫറിക്കും പറ്റില്ല. അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആന്റണി ടൈലറിനോട് പറയുവാണ്, ഇതിലും ഭേദമായിട്ട് നിനക്ക് റെഡ് കാർഡ് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം തേടുകയാണോ മൈക്കിൾ ഒലിവർ എന്നറിയില്ല. ഫുട്ബോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബെസ്റ്റ് ഡിഫൻഡർ അല്ലെ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു പ്ലെയർ ഒരു ക്ലബിനെതിരെ, ഇപ്പം നമുക്കറിയാലോ നമ്മുടെ ക്ലബിനെതിരെയൊക്കെ ജോട്ട സ്ഥിരം സ്കോർ ചെയ്യുമായിരുന്നു, സല സ്കോർ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ പറയുന്ന ഹസാർഡ്, അങ്ങനെ ഓരോ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു നമുക്കെതിരെ സ്ഥിരമായിട്ട് സ്കോർ ചെയ്യുന്ന, ഹാരി കെയ്ൻ, അങ്ങനെയൊക്കെ പറയും. അതുപോലെ ഒരു റെക്കോർഡ് മൈക്കിൾ ഒലിവർ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ലൈക്ക് ആർസണലിനെതിരെ ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് കൊടുക്കുന്ന ഒരു മേജർ റെഫറി ഞാനായിരിക്കും ഇൻ ദ ഹിസ്റ്ററി ഓഫ് PGMOL ഓർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. എനിവേസ്, ലെറ്റ്സ് ഡിസ്കസ്. സഞ്ജയ് ബ്രോ, ഐ വെൽക്കം യു നോ. ഹലോ സഞ്ജയ് ബ്രോ. ഹലോ ഹലോ ഹലോ. അതെ, അപ്പം ഇൻട്രൊഡക്ഷൻ കേട്ടായിരുന്നല്ലോ അല്ലേ? കേട്ടു കേട്ടു PGMOL ആൻഡ് മൈക്കിൾ ഒലിവർ. ടോപ്പിക് എടുക്കണ്ട, സംസാരിക്കണ്ട, റെഫറികളെ പറ്റി ഇനി സംസാരിക്കരുത് എന്ന് ഞാനും അരുണും പണ്ട് മറ്റേ ആദ്യത്തെ ഒരു 2-3 കളികളിൽ ഇങ്ങനത്തെ കുറെ സീൻ വന്നപ്പോൾ നമ്മൾ റെഫറികളെ സംസാരിച്ച് അത് പിന്നെ ഇനി ടോപ്പിക്കായിട്ട് നമ്മൾ റീസൺസ് ആക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചിരുന്നു. റെഫറീസിനെ പറ്റി കൂടുതൽ സംസാരിക്കണ്ട എന്ന് തീരുമാനിച്ച കാര്യത്തിൽ ഇത് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് അവർക്ക് സംശയം തോന്നിയത് കൊണ്ടായിരിക്കാം ഇന്ന് ഇങ്ങനെ ഒരു കാട്ടായം കാണിച്ചു വെച്ച് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. എന്താ പറയാ എന്ന് എനിക്കറിയില്ല. ലിറ്ററൽ ഓപ്പൺ പ്ലേയിൽ ആർസണൽ ഗോൾ അടിക്കുന്നില്ല, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കറപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റം പറയുവാണെങ്കിൽ ഓപ്പൺ ആയിട്ട് കറപ്ഷൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരവായിട്ട് PGMOL ഇന്ന് ഓപ്പൺ കറപ്ഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് സഞ്ജയ് ബ്രോ? ഞാൻ പറയാനിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കുറെ പറയാനുണ്ട് അതിനെപ്പറ്റി. അപ്പം സഞ്ജയ് ബ്രോയിൽ നിന്നും നമുക്കത് തുടങ്ങാം. നമ്മൾ നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. കഴിഞ്ഞ 1-2 സീസൺസ് ആയിട്ട് ഇങ്ങനെ റെഫറി ഡിസിഷൻസ് പലതും നമ്മുടെ എഗെയിൻസ്റ്റ് പോകുന്നുണ്ട്. ഇപ്പോ ഇത് അതിന്റെ ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആയെന്ന് മാത്രമേ ഉള്ളൂ. അതാണ്. എന്തായാലും റെഡ് കാർഡ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു 99% പണ്ഡിറ്റ്സും എക്സ്പേർട്സ് ഒക്കെ എന്തായാലും സമ്മതിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അത് മൈക്കിൾ ഒലിവർ എന്നെ ഗെയിമിൽ സമ്മതിച്ചല്ലോ. അതിന് ആണോ? റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, റെഡ് കാർഡ് ഇവന്റ് കൊടുത്തു, സ്കെല്ലി ആണല്ലോ. അത് ഡയറക്റ്റ് റെഡ് കാർഡ്, ആംഗിളിലാണ് ടച്ച്. അത് VAR കൊടുത്തു. ഗോമെസ് സെയിം സാധനം കാലിൽ ചവിട്ടിയപ്പോഴും ആംഗിൾ ഭാഗത്ത് തന്നെ ചവിട്ടിയപ്പോഴും ദാറ്റ് ഈസ് എ യെല്ലോ. അപ്പൊ തന്നെ ഹി പ്രൂവ് ദാറ്റ് ഞാൻ ആദ്യം കൊടുത്ത റെഡ് കാർഡ് അല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തോ കണ്ടായിരുന്നു. ഞാൻ എന്തൊരു വാറിന്റെ എന്തോ എക്സ്പ്ലനേഷൻ അതിൽ കണ്ടായിരുന്നു. എന്തോ മറ്റേ ഗോമസിന് ടാക്കിൾ അത് ബിലോ ദി ആംഗിൾ എന്നാണ് അവര് പറയുന്നത്. നമുക്കതിന്റെ നമ്മൾ നോക്കാം, ഞാൻ പറയാം. എല്ലാം നോക്കിയത് നമ്മളുടെ ഒരു നേക്കഡായി വെച്ച് നോക്കുമ്പോ തന്നെ സ്കെല്ലിയുടെ ടാക്കിലേക്കാളും കുറച്ചുകൂടിയും ഒരു അഗ്രസീവ് ടാക്കിളാണ് ഗോമസിന്റെ ടാക്കിൾ എനിക്ക് തോന്നിയത്. നമ്മൾ ടിവിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഹാൻഡ് നമ്മൾ കാണുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ. സ്കെല്ലിയുടെ ഓക്കെ, അതൊരു കൗണ്ടർ അറ്റാക്ക് മൂവ് ചെയ്യാനുള്ള ടാക്ടിക്കൽ ഫോൾ ആണ്. അതും ദാറ്റ് ടു ഇൻ ദെയർ ഓൺ ഹാഫ്. വുൾഫിന്റെ പെനാൽറ്റി ബോക്സ് ജസ്റ്റ് പുറത്തുനിന്നാണ് ആ ഫൗള് കടന്നത്. അപ്പൊ അതുപോലത്തെ ഒരു ചാലഞ്ചിന് റെഡ് കാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വെരി വെരി ഹാഷ്. അതാണ്. ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റീവ് ആയിട്ടില്ല. ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ആയി എന്നൊരു രീതിയാണ് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. പക്ഷെ അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആയിട്ടില്ല. കണ്ടെടുത്തോളം ഇറ്റ് വാസ് അബോവ് ദി ആംഗിൾ, ബട്ട് സ്റ്റഡ് ഒരു ടാക്കിൾ എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ആ ഒരു ഫ്രണ്ടിന്റെ ഭാഗം മാത്രമാണ് ശരിക്കും കൊണ്ടിട്ടുള്ളൂ. സ്റ്റഡിന്റെ സൈഡൊന്നും അങ്ങനെ നമ്മള് ഫസ്റ്റ് സ്റ്റാൻഡ് നോക്കുമ്പോൾ അങ്ങനെ ഒരു ടാക്കിലായിട്ട് തോന്നിയിട്ടില്ല. ഉണ്ടല്ലോ. ആഫ്റ്റർ ദെയർ റെഡ് കാർഡ്, അവരുടെ റെഡ് കാർഡ് നമ്മൾ ഗോൾ സ്കോർ ചെയ്തതിന് ഓൺ ടിംബർ
അത് എബോവ് ആങ്കിൾ ആണ്. ഇഫ് യു ടേക്ക് ദ പിക്ചർ എബോവ് അല്ല, ആങ്കിൾ ആണ്. ഗോമസ് ടാക്കിൾ നോക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ, അത് കുറച്ചുകൂടി അഗ്രസീവ് ആയിരുന്നു, കുറച്ചുകൂടി നല്ല അഗ്രസീവ് ആയിരുന്നു. കാരണം പക്ക സ്റ്റഡ് ടാക്കിൾ ആയിരുന്നു, പക്ക സ്റ്റഡ് വെച്ച് പക്ക ടാക്കിൾ ആയിരുന്നു. അതുപോലത്തെ ടാക്കിൾ ശരിക്കും റെഡ് കാർഡ് കൊടുക്കാറുണ്ട്. അതാണ്. ഇനിയിപ്പോ ഓക്കെ, ഇതിപ്പോ ആ ഒരു പെർട്ടിക്കുലർ പ്ലെയർ ഓൾറെഡി യെല്ലോ ആയതുകൊണ്ട് ഇനിയിപ്പോ ഓക്കെ അങ്ങനെയാണ് എന്തായാലും ഔട്ട് ആയി പോകും. എന്താണ് ആ ഒരു തിങ്കിങ് നമുക്കറിയില്ല. നമുക്ക് ഇനി പി ജി എം ആർസണൽ ഒരു അപ്പീൽ കൊടുക്കുവാണോ, അങ്ങനെ കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പി ജി എം ഇതുപോലത്തെ കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻസ് വരുമ്പോൾ അവരുടെ സൈഡിൽ നിന്ന് സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇനി അത് വന്നാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കിപ്പോ കുറച്ച് കഴിഞ്ഞ 1-2 സീസൺസ് ആയിട്ട് ഇതുപോലത്തെ റെഫറി മിസ്റ്റേക്സ് വരുന്നുണ്ട്. എപ്പോഴും അങ്ങനെയുള്ള ഒരു റെഫറിയുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ വരുമ്പോൾ നമ്മൾ ഇപ്പോഴും ഒരു റിസീവിംഗ് എൻഡിലാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ ലീഡ് ചെയ്യുന്ന കളി നമുക്ക് അവസാനം ഡ്രോ അടിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇതൊരൊന്നും നോർമൽ ഗെയിമായിട്ട് പോകുന്ന മാച്ചസ് ഒക്കെ നമ്മൾ അവസാനം തോക്കുന്ന ഒരു രീതിയിലൂടെ നമ്മൾ ഈ സീസൺ പോയിട്ടുണ്ട്. എക്സാമ്പിൾ ബോൺമോത്തിന്റെ മാച്ച് നോക്കുവാണെങ്കിൽ. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു മാച്ച് നോക്കുമ്പോൾ ഓക്കെ, വുൾസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്ത ടീം അവരാണ്. ഏകദേശം 53 ഗോൾസ് ആണ്. ഇന്നും കൂടി നോക്കുവാണെങ്കിൽ ഏകദേശം 53 ഗോൾസ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവറേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം ആവറേജ് എവറി ഗെയിം ഒരു 2 ഗോളെങ്കിലും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതുപോലെ സിറ്റുവേഷൻ വന്നു. പ്ലസ് വുൾസിന്റെ സൈഡിൽ നിന്നും വുൾസിനും ഒരു പ്ലെയർ സെൻഡ് ഓഫ് ആയതുകൊണ്ട് ഓക്കെ, ഒരു 20 മിനിറ്റ്സ് ഓഫ് ദ ഗെയിം വി വർ പ്ലേയിങ് ഓൺ ലെവൽ ഫീൽഡ്. ബട്ട് അതിനു മുമ്പ് തന്നെ ശരിക്കും നമ്മളുടെ സൈഡിൽ നിന്ന് അറ്റാക്കിംഗ് ഇന്റന്റ് ഒക്കെ ഉണ്ടായിരുന്നു. റൈസോ അത്യാവശ്യം കുറേ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതുപോലത്തെ വുൾസ് എന്ന ടീം ആയതുകൊണ്ടായിരിക്കും അവർ ആ ഒരു സിറ്റുവേഷൻ പ്രോപ്പറായിട്ട് അവർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല. അവർക്ക് മാക്സിമം നോക്കി അവർ എങ്ങനെയും ഡ്രോ അടിച്ചാൽ മതി എന്ന രീതിയിലായിരുന്നു അവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്തവർ ആ ഒരു മെന്റൽ സ്റ്റേജ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഓക്കെ, എന്തായാലും സുഖമായിട്ട് ഡ്രോ അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവരും ആ ഒരു മൊമെന്റം മാത്രം നോക്കിയുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഗോൾ അടിക്കട്ടെ എന്ന രീതിയിലായിരുന്നു അവരുടെ കളി. ആ ഒരു ഗ്യാപ്പ് നമ്മൾ നല്ലോണം എക്സ്പ്ലോയിറ്റ് ചെയ്തു. എസ്പെഷ്യലി അവരുടെ പ്ലെയർ കൂടി സെൻഡ് ഓഫ് ആയപ്പോ ഓക്കെ, നമ്മൾ ഫുൾ ഓൺ അറ്റാക്കിലോട്ട് പോയി. പിന്നെ ഇൻ ദി എൻഡ് ഒരു ഗോൾ അടിച്ചു. അതാണ് വേണ്ടത്. ഈ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഓക്കെ, ഒരു ഗോൾ മാത്രം എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ, അതിനേക്കാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. സ്പെഷ്യൽ നോക്കുവാണെങ്കിൽ ഇപ്പോ ഓഡെഗാർഡ് ഇല്ല, വേറെ പ്ലേയേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല, നമുക്ക് സബ് ചെയ്യാൻ പോലും ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല. അതാണ്. അപ്പൊ അതുപോലെ സിറ്റുവേഷനിൽ ഒരു 1-0 വിൻ ഇസ് എ വെരി വെരി ഗുഡ് വിൻ. ശരിക്കും ഈ ഒരു മാച്ച് മസ്റ്റ് വിൻ മാച്ച് ആയിരുന്നു. ഈ ഒരു മാച്ച് ഡ്രോ ആയിരുന്നെങ്കിൽ തന്നെ വി വുഡ് ഹാവ് ബീൻ, ഞാൻ എന്തായാലും ഐ വുഡ് ഹാവ് കംപ്ലീറ്റ്ലി വൈപ്ഡ് ഓഫ് ഫ്രം ദ ടൈറ്റിൽ റേസ് എന്ന രീതിയിലായിരുന്നു. കാരണം ലിവർപൂൾ എന്തായാലും ഇപ്സ്വിച്ച് തോപ്പിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോ 4-1 ആണ് തോപ്പിച്ചത്. ഞാൻ അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചത്. 4-1 സ്കോർ ലൈൻ അവർ ലിമിറ്റ് ചെയ്തു. കാരണം എന്തായാലും അവർ ജയിക്കുമെന്ന് പറയുന്നു. പക്ഷെ ഈ മാച്ച് നമ്മൾ ജയിച്ചില്ലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി വെരി ഡിഫിക്കൽട്ട്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഈവൻ കൺസിഡർ ആസ് എ ചാലഞ്ചർ ഫോർ ദ ടൈറ്റിൽ. അപ്പൊ ഇവിടെ എനിക്ക് ഈ കളിയിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് ലൈക്ക് വുൾസിന് സത്യം പറഞ്ഞ ജയിക്കണമെന്ന് ഒരു ആഗ്രഹം ഇല്ലായിരുന്നു ഫസ്റ്റ് തൊട്ടേ. ഈവൺ ആഫ്റ്റർ നമ്മൾ 10 മെൻ ആയതിനു ശേഷം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വി വർ ഡോമിനേറ്റിംഗ് ദ ബോൾ ടു എൻ എക്സ്റ്റെന്റ്. സെക്കൻഡ് ഹാഫിൽ അവർ ഡോമിനേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് വി വർ ഡോമിനേറ്റിംഗ്. മേ ബി നമ്മുടെ ടാക്ടിക്കൽ സ്വിച്ച് ആണോ, വിത്ത് വെന്നേരി നോട്ട് ഇൻ ദ മിഡ്ഫീൽഡ് ഓൾസോ. നമുക്ക് മിഡ്ഫീൽഡിൽ ഒരാൾ ഷോർട്ട് ആയിരുന്നു, ഡിഫെൻസീവിലിട്ട് മിഡ്ഫീൽഡിൽ നിന്നാണ്. സാധാരണ നമ്മൾ അറ്റാക്കറിനെ റിമൂവ് ചെയ്ത് മിഡ്ഫീൽഡ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഒരു റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഇതിപ്പം മിഡ്ഫീൽഡിൽ നിന്നാണ് ഒരാളെ മാറ്റിയിട്ട് അറ്റാക്കേഴ്സിനെ അവിടെ വെച്ചിട്ടാണ് ആർസെനൽ കളിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുമ്പം അവർക്കൊരു മാൻ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് 20-25 മിനിറ്റ്സ് പിടിച്ചു നിന്നിട്ട് സ്കോറിങ് എ ഗോൾ ആൻഡ് വിന്നിങ് എ ഗെയിം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഗുഡ്. അപ്പം എൻഡ് ഓഫ് ദ ഡേ നമ്മളിപ്പോ ഒരു 2-3 വീക്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് 1-0 കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഇനിയിപ്പം വരുന്നത്, ഇപ്പം മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർസെനൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരില്ലാത്തത് കൊണ്ട് ഫെറ്റീഗ് പ്ലെയേഴ്സിന്, ഇപ്പൊ ഈ ഹാവേർട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഹാവേർട്സിന് നമ്മൾ പിന്നെ കുറെ ഫാൻസ് ആണെങ്കിൽ എന്താണ് ബ്ലെയിം ചെയ്യുന്നുണ്ട്, ഫോം ഇല്ല, ഗോൾ അടിക്കുന്നില്ല, അങ്ങനെ പല കോൺട്രവേഴ്സ്യൽ സിറ്റുവേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ലൈക്ക് പ്രയോജനമില്ല, വി ഷുഡ് നോട്ട് ബി ദെയർ ഇൻ ദ ടീം, അങ്ങനെ പലതും പറയുന്നുണ്ട്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആളില്ല. ഈസ് ദ ഓൺലി പ്ലെയർ. അടുപ്പിച്ച് കഴിഞ്ഞ 2-3-4 കളികളായിട്ട് അടുപ്പിച്ച് 90 മിനിറ്റ് കളിക്കുന്ന അവനും ഗബ്രിയിലൊക്കെ തന്നെയാണ് കളിക്കുന്നത്, വേറെ ആരും ഇല്ല.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നെക്സ്റ്റ് വീക്ക് സിറ്റി ഗെയിം ഉണ്ട്. മിഡ് വീക്ക് ജിറോണ ഓക്കെ ഫൈൻ, നമുക്ക് അത് എന്തേലും എങ്ങനെയൊക്കെയാണ് പകുതി പ്ലേയേഴ്സിനെ റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കളിപ്പിക്കാം എന്ന രീതിയിലാണെങ്കിലും സിറ്റി ഗെയിം വരുമ്പം നമുക്ക് ബെഞ്ചിന്നും ആളില്ല എന്ന് വരുമ്പം ഈസ് ഇറ്റ് നോട്ട് എ പ്രോബ്ലം? നമുക്കൊരു പ്രോബ്ലം അല്ലേ? എസ്പെഷ്യലി സാക്കയുടെ ഇഞ്ചറിക്ക് ശേഷം ഇറ്റ് ഹാസ് ബീൻ എ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം ഈ ഗബ്രിയലിന്റെ ഇഞ്ചറിയും കൂടി ആയപ്പോൾ അത് ശരിക്കും അതൊരു കൺസോൾഡേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എന്ന് സാക്ക ഇഞ്ചറായ അന്ന് തൊട്ട് ശരിക്കും നമ്മൾ പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഗബ്രിയൽ ഇടയ്ക്കൊരു ഹാട്രിക് അടിച്ചു. പക്ഷെ അതൊരു എല്ലാവരും വിചാരിച്ച പോലെ ശരിക്കും റീബർത്ത് ആണെന്ന് വിചാരിച്ചു. പക്ഷെ റീബർത്ത് ഒന്നും ആയിരുന്നില്ല. അവസാനം അവനും ഇഞ്ചറി പഴയ ഇതിലോട്ട് ഇഞ്ചറി പോയി. അതാണ്. അതെ സോ എപ്പോഴും നമുക്ക് പ്രോബ്ലം തന്നെയാണ്. കഴിഞ്ഞ 2 മാസം നമുക്ക് പ്രോബ്ലം തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഈ പ്രോബ്ലം എങ്ങനെ അത് ഓവർകം ചെയ്യുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതെ ആർട്ടേറ്റ എല്ലായിടത്തും പറയുന്നുണ്ട് ആർസണൽ പ്ലെയറിനെ മേടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആരെ മേടിക്കാനാണെന്ന് നമുക്കും അറിയില്ല. അതാണ് ഇപ്പോ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ആകെ 2 അവൈലബിൾ പ്ലേയേഴ്സ് ഓൾറെഡി പോയി കഴിഞ്ഞു. ഒരെണ്ണം ഒമാർ മർമൂഷയുടെ സിറ്റിയിലോട്ട് വന്നു, ഉം, പിന്നെ ക്വരസ്കേലിയ അത് PSG പോയി. പോയി. ഈ 2 പ്ലേയേഴ്സ് അവൈലബിൾ ആയിരുന്നു ഇൻ ദ മാർക്കറ്റ്. പക്ഷെ ആ 2 പ്ലേയേഴ്സിനും നമ്മൾ ടാർഗറ്റ് ചെയ്തില്ല. ഇനിയിപ്പോ ഏത് പ്ലെയർ ആണ് അവൈലബിൾ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കുറെ റിപ്പോർട്ട്സ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ വ്ലാഹോവിച്ചിന്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോ റാൻഡൽ കോലോ മുവാനി ഇപ്പൊ യുവന്റസിലോട് ലോണിൽ പോയിട്ടുണ്ട്. ആ, അപ്പൊ അത് ചിലപ്പോ വ്ലാഹോവിച്ച് ചിലപ്പോ അവൈലബിലിറ്റി വരുമായിരിക്കും. പക്ഷെ വരുവാണെങ്കിൽ വ്ലാഹോവിച്ചിനായിട്ട് ആർസണൽ ടാർഗറ്റ് ചെയ്യുന്ന ഇതുവരെ ഒരു സോളിഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ന്യൂസ് എവിടെയും വന്നിട്ടില്ല. ഇല്ല. ന്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇനി അഥവാ ഒരു ലേറ്റ് ഒരു ടുവേർഡ്സ് ദി ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ദ ട്രാൻസ്ഫർ വിൻഡോ എന്ന് തന്നെ നോക്കുവാണെങ്കിൽ തന്നെ അതൊരു ഷോർട്ട് ടേം സൊല്യൂഷൻ ആയിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്ന ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. അതൊരു ഔട്ട്റൈറ്റ് ആർസണൽ മേടിക്കും എന്നൊരു പ്ലെയർ ആയിട്ട് ഇപ്പൊ തോന്നുന്നില്ല. കാരണം ആർസണലിന്റെ മെയിൻ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് തന്നെ ഇസാക്ക് ആൻഡ് സെസ്കോ ആണ്. ആ അതെ 2 പ്ലേയേഴ്സും എന്തായാലും ജാനുവരിയിൽ വരാൻ പോകുന്നില്ല. അതിൽ ആകെ കുറച്ചുകൂടിയും ഒരു ഓപ്പർച്യൂണിറ്റി സമ്മറിലുള്ളത് സെസ്കോ ആണ്. കാരണം ഒരു സെസ്കോയും ലൈപ്സിഗും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ട്. ഉം, ഈ പെർട്ടിക്കുലർ ഒരു സം വെച്ച് ഹി ക്യാൻ ഗോ ടു അനദർ ക്ലബ്. അതെ ഇസാക്കിന്റെ കാര്യത്തിൽ ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് മോർ ദൻ ഡബിൾ ദ മണി ഓഫ് സെസ്കോ ഫോർ ഷുവർ. അതെ 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 ഇസാക്കിന്റെ ഈ സീസണിന്റെ ഫോം തന്നെ നോക്കുവാണെങ്കിൽ തന്നെ അതാണ്. സോ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുവാണ്. ഇപ്പോ ഏത് പ്ലെയറിനെ മേടിക്കും എന്ന് നമുക്ക് സാറേ നോക്കി ഈ പ്ലെയറിനെ മേടിക്കും. പക്ഷെ ഇപ്പൊ ഇന്നത്തെ മാച്ച് നോക്കുവാണ്. ഇപ്പൊ മാത്യൂസ് കൂനിയയുടെ റിപ്പോർട്ട്സ് നമ്മൾ കുറെ കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ മാച്ച് കണ്ടിട്ടും എനിക്ക് തോന്നുന്നില്ല കൂനിയ ശരിക്കും ഐ ഡോണ്ട് തിങ്ക് ഈസ് എൻ ആർസണൽ ടൈപ്പ് ഓഫ് പ്ലെയർ. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം എന്തൊരു വേറൊരു ക്ലബിൽ ഇൻട്രസ്റ്റ് വന്നപ്പോ ഐ ഡോണ്ട് തിങ്ക് ഈസ് ഫുള്ളി ജസ്റ്റിഫൈങ് ഹിസ് റോൾ ടു ഫുൾസ്. എനിക്ക് ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അധികം ഒരു എഫേർട്ട് പോലും ഇടുന്നില്ല. കാരണം ഫുള്ളും ഒരു എഫേർട്ട് പോലും ഇട്ടിട്ടില്ല ഈ മാച്ച് നോക്കുവാണെങ്കിൽ തന്നെ. ഒരു എഫേർട്ട് പോലും ഇല്ല. അവർക്ക് ഒരു ഡ്രോ മതി, എത്ര ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ അവർ എയിം ചെയ്യുന്ന പോലും ഇല്ല. അതെ അതാണ്. അപ്പൊ അതുപോലത്തെ ഒരു പ്ലെയറിനെ ആർസണൽ ടാർഗറ്റ് ചെയ്യും എനിക്കറിയില്ല. സോ മൈറ്റ് ബി റോങ് ഫ്രം മൈ സൈഡ്, ബട്ട് ഐ ഡോണ്ട് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ഹി ഡസ് നോട്ട് ലുക്ക് ലൈക്ക് എൻ ആർസണൽ ടൈപ്പ് ഓഫ് എ പ്ലെയർ ആണ്. പിന്നെ ഇനി വേറെ ഒരു പ്ലെയറിനെ മേടിക്കുന്നതാണ് എനിക്ക് കണ്ടറിയേണ്ടത്. ലാസ്റ്റ് 4-5 ഡേയ്സ് ആകുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷേ ലാസ്റ്റ് ആണല്ലോ. അതെ, പക്ഷേ ആസ് ഓഫ് നൗ ഞാൻ ഒരു 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 അക്വിസിഷൻ ഞാൻ കാണുന്നില്ല. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അതെ കാണുന്നില്ല. ബട്ട് ഇനി അവസാനം ഈ റഹീം സ്റ്റെർലിംഗിനെ പോലെ ഏതെങ്കിലും ഒരു പ്ലെയർ അവസാന നിമിഷം അവൈലബിൾ ആവുകയാണെങ്കിൽ ആയി. അതല്ലാണ്ട് അതെ വന്നാ നല്ലത്. എന്തായാലും വേണം, ഒരു പ്ലെയർ എന്തായാലും വേണം. അതെ ഒരു ലോണെങ്കിൽ ലോൺ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരുടെയും റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാനുള്ള ആരെങ്കിലും ഒരു ബുദ്ധി കാണിക്കുക. അതെ അതല്ലാണ്ട് ഞാൻ വലിയൊരു പ്രതീക്ഷ വെക്കുന്നില്ല. ബട്ട് നെവർ സേ നെവർ ഇൻ ഫുട്ബോൾ എന്നാണല്ലോ ഓൺസ്റ്റീനൊക്കെ പറയുന്നത്. സോ ലെറ്റ്സ് അതെ വെയിറ്റ്. അതെ. അപ്പൊ അതില് ഈ പറയുന്ന വ്ലാഹോവിച്ചിന് എന്തായാലും ലോങ് ടേം പർപ്പസ് അല്ല എന്ന് ഉറപ്പാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഫോർ 6 മന്ത്സ് ഒരു ലോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സത്യം പറഞ്ഞാൽ അതില് ഒരു അംബിഷൻ എന്തേലും ഈ സീസണിൽ എന്തേലും അംബിഷൻ കാണിക്കാം. ഈ പറയുന്ന ഹാവേർട്സ് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കമ്മിങ് ബാക്ക് ടു ഇന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൊസാർഡ് ഓൺ ദ അറ്റാക്കിംഗ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ക്രോസുകൾ ഇടുന്നത് ഞാൻ കണ്ടായിരുന്നു ഇന്ന്. ലൈക്ക് ഹിസ് എന്തെന്നാ ഈ പറയുന്ന കോർണേഴ്സിൽ നിന്നുള്ള ബോൾസ് ഭയങ്കര ശോകമായിരുന്നെങ്കിൽ പോലും ഈ പുട്ട് ലോഡ് ഓഫ് എഫേർട്ട് ഇന്നത്തെ കളിയിൽ എഫേർട്ട് ഇട്ടു എന്ന് തോന്നി. പിന്നെ മാർട്ടിനെല്ലി ഓടാൻ ട്രൈ ചെയ്തു, പക്ഷെ തല പൊക്കുന്നില്ല എന്നൊരു സ്ഥിരം ക്ലീഷ്യ സിറ്റുവേഷനിൽ പോകുന്നു. ഹാവേർട്സ് ഇൻ ദ കേസ് കുറെ ചാൻസസ് ക്രിയേറ്റ് ആയത് മേ ബി വിസ് ബാഡ് ഫോം അല്ലെങ്കിൽ ഓൺ ടാർഗറ്റ് ഒന്നും വീഴുന്നില്ല.
അറ്റംപ്റ്റ് ഒരെണ്ണം ചെയ്യുന്നുണ്ട്. ഓൺ ടാർഗറ്റ് വീണു. അത് ശരിക്കും അതെ ഹൊസൈസ സേവ് ചെയ്തു. അത് ശരിക്കും അതെ അതെ ഒരു ക്ലിനിക്കൽ സൈക്കിൾ എന്തായാലും ഫിനിഷ് ചെയ്യേണ്ട ഒരു ചാൻസ് ആയിരുന്നു. അതെ ആ, ഒരു ക്ലിനിക്കൽ സൈക്കിൾ എന്തായാലും ഇത് ഫിനിഷ് ചെയ്യും 100%. പക്ഷെ അതെ. അറിയില്ല എന്തുകൊണ്ടും അത് ഉള്ളിലോട്ട് പോയില്ല. ഇല്ല, അതാണ് നമുക്ക് ഹാവേർട്സ് ഇപ്പോൾ ആസ് എ കേൾക്കുന്ന പ്രോപ്പർ സിറ്റുവേഷൻ. സ്ട്രൈക്കർ നമുക്ക് വിശ്വസിച്ചിട്ട് ഹാവേർട്സിൽ മാത്രം വിശ്വസിച്ച് നിൽക്കാനും പറ്റില്ല. എന്നാ പിന്നെ എല്ലാ ബ്ലെയിമും ഹാവേർട്സിന്റെ തലയിൽ ഇടാനും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഉള്ളത്. മെയിൻ റീസൺ ഹാവേർട്സിന്റെ ഗെയിം സ്റ്റൈൽ സ്കോർ ചെയ്തില്ല, ഓക്കെ, പക്ഷെ ഇത്രയും ഓവർ ഹേറ്റഡ് ഓവർ ഹിം, അതാണ് എനിക്ക് സത്യം പറഞ്ഞ ദഹിക്കാൻ പറ്റാതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് മിസ്റ്റേക്സ് ഉണ്ട്, ഗോൾ സ്കോർ ചെയ്യുന്നില്ല. ദാറ്റ് ഡസ് നോട്ട് മീൻ എല്ലാ പ്ലേയേഴ്സും നമ്മുടെ ടീമിൽ അത് തന്നെയാണുള്ളത്. ഗോൾ സ്കോർ ചെയ്യുന്നില്ല, നമ്മുടെ ഡിഫൻഡേഴ്സ് ആണ് കൂടുതൽ സ്കോർ ചെയ്യുന്നത് റാദർ ദാൻ ആർ സ്ട്രൈക്കേഴ്സ്. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ ഇപ്പം ഏതാ ആസ്റ്റൺ വില്ല ഗെയിമിൽ സ്കോർ ചെയ്തായിരുന്നില്ല ഹാവേർട്സ്. ആസ്റ്റൺ വില്ല ഗെയിമിൽ സ്കോർ ചെയ്തു. ആസ്റ്റൺ വില്ല ഗെയിമിൽ സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്തായിരുന്നു. ആണല്ലോ, എനിക്ക് ഇവിടെ അതെ. ഓർമ്മ എടുത്തില്ല. പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ സ്കോർ ചെയ്തായിരുന്നു. ചാമ്പ്യൻസ് സ്കോർ ചെയ്തു. സ്കോർ ചെയ്തിരുന്നു. അപ്പൊ രണ്ട് കളി കഴിഞ്ഞ മുന്നേ 2 കളിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ലിനിക്കൽ സ്ട്രൈക്കിംഗ് ഇല്ല. പിന്നെ കമ്മിങ് ബാക്ക് ടു മിഡ്ഫീൽഡ്, പാർട്ടയുടെ പെർഫോമൻസ് എന്ത് തോന്നുന്നു ഇന്നത്തെ കളിയിൽ? പാർട്ടി മിഡ്ഫീൽഡ് കുറച്ച് അത്യാവശ്യം നല്ല സ്ലോപ്പി ആയിരുന്നു. പല പാസുകളും ഒരു സ്ലോപ്പി പാസസിലോട്ട് പോയി. പിന്നെ വുൾസ് ആയതുകൊണ്ട് നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അവരുടെ സൈഡിൽ നിന്ന് അറ്റാക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വി വർ നോട്ട് പണിഷ്ഡ്. അതാണ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് ഒരു സ്ലോപ്പിനെസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ ഒരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഡെക്ലൻ റൈസ് തന്നെയാണ്. കാരണം ഫ്രം ദ മിനിറ്റ് ദ ഗെയിം സ്റ്റാർട്ടഡ് ഹി വാസ് ഓൾ ഓവർ ദ പിച്ച്. കാരണം എസ്പെഷ്യലി ഓഡേഗാർഡ് ഇല്ലാത്ത സ്ഥിതിക്ക് റൈസ് ഹാഡ് ടു ഡു എക്സ്ട്രാ വർക്ക്. എനിക്കൊന്ന് ഓഡേഗാർഡിന്റെ കുറച്ച് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ എനിക്കൊന്ന് ഡെക്ലൻ റൈസ് എടുക്കേണ്ടി വന്നു. അതെ വെന്നേരി എന്തായാലും ഞാൻ കുറ്റം പറയില്ല. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു MLS-ന്റെ ഒരു പൊസിഷനല്ലോ വെൻവേരി കളിക്കുന്നത്. MLS-ഉം പ്ലേയിങ് ആസ് എ ഡിഫൻഡർ, സോ ഹി ക്യാൻ ഡു സർട്ടൻ തിങ്സ്. ബട്ട് ഒഡേഗാർഡിന്റെ ഒരു റൂളില് വെന്നേരി കളിപ്പിക്കുക നോട്ട് വെരി ഈസി. അതാണ് Still അവൻ നല്ലപോലെ അവൻ he ഫിറ്റ്നസ് was he വൈസ് was he was അടിപൊളിയായിരുന്നു. able to do certain things. അത്യാവശ്യം കുറച്ച് ഡ്രിബിൾസ് ഒക്കെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ സിറ്റുവേഷൻ വന്ന് അൺഫോർച്ചുനേറ്റ്ലി വേറൊരു പ്ലെയർ സബ് ചെയ്യണ്ടായിരുന്നില്ല. അതാണ്, നമുക്ക് എന്തായാലും ഒരു ഡിഫൻഡർ വേണമെന്നു. അപ്പോ ആ ഒരു സ്ഥിതിയിൽ എന്തായാലും വെന്നിയർ ഇല്ലാണ്ട് വേറെ ഒരു പ്ലെയറെ സബ് ചെയ്യാനൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. സോ ആ രീതിയിൽ മാത്രമാണ് വെന്നിയർ സബ് ആയത്. മിഡ്ഫീൽഡ് വാസ് ഓക്കെ എക്സെപ്റ്റ് ഫോർ പാർട്ട് ടൈം. മിഡ്ഫീൽഡ് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ പോയി. ഓക്കെ, അത് മേജർലി താങ്ക്സ് ടു ദി ഓപ്പോസിഷൻ. കാരണം വുൾസ് എന്ന ടീം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കഷ്ടപ്പെടാത്തത്. അതെ അതെ വേറെ ഒരു ടീം ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ബോൺമോത്തിന്റെ പെർഫോമൻസ് കണ്ടപ്പോ ബോൺമോത്ത് ഒക്കെ ആയിരുന്നു നമ്മളുടെ എഗെയിൻസ്റ്റ് കളിച്ചെങ്കിൽ നമ്മൾ ശരിക്കും നോട്ടിംഗം ഫോറസ്റ്റ് അവസ്ഥ നായൻ ഉറപ്പായിട്ടും. അതാണ് അപ്പൊ നമുക്കില്ല, ആ ഒരു അവരായിട്ട് കളി ഉണ്ടല്ലോ. ബോൺമോത്തിന്റെ എഗെയിൻസ്റ്റ് എനിക്കൊന്ന് അടുത്ത മാസമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത സിറ്റിയാണ്, അതിന് ശേഷമാണെന്ന് തോന്നുന്നു വരുന്നത്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 16 ശേഷമാണെന്ന് തോന്നുന്നു വരുന്നത്. കാരണം അതെ അതിനു മുമ്പ് വി ആർ പ്ലേയിങ് എഗെയിൻസ്റ്റ് ലെസ്റ്റർ, അതിനുശേഷമാണ് ബോൺമോത്തിന്റെ എഗെയിൻസ്റ്റ് ഒക്കെ വരുന്നത് മാച്ച് ഒക്കെ. അതെ ഹോപ്പ്ഫുള്ളി ആ സമയത്ത് ബെൻ വൈറ്റ് ഒക്കെ തിരിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബെൻ വൈറ്റ് അതെ, ബെൻ വൈറ്റ് ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് മന്ത് ഉണ്ടാവും. ചിലപ്പോ ഈ മാസം അവസാനം വരുന്നൊക്കെയാണ് പറയുന്നത്. ഓൾറെഡി സിറ്റി ഗെയിമിലുണ്ടാവാൻ ഗെയിം കളിക്കാൻ ചാൻസ് മേ ഇല്ല. ബി ബെഞ്ചായിരിക്കാം. സിറ്റി ഗെയിം എന്തായാലും കളിക്കാൻ ചാൻസ് ഇല്ല. മേ ബി ഓൺ ദ ബെഞ്ച്, പക്ഷെ എന്തായാലും കളിക്കാൻ ചാൻസ് ഇല്ല. അതാണ്. ബട്ട് ഓക്കെ, ഹോപ്പ്ഫുള്ളി ഒരു മാർച്ചിന് ശേഷം മാർച്ച് മിഡ് ഒക്കെ ആകുമ്പോഴാണ് ശരിക്കും നമ്മളുടെ ഒരു ഫിനിഷിംഗ്, മാർച്ച് ടു എൻഡ് ഉള്ള ഒരു ഫിനിഷിംഗ് റൺ ഉണ്ടല്ലോ. ആ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് എവിടെയെങ്കിലും, കഴിഞ്ഞ സീസൺ നമ്മൾ എന്തോ ഭാഗത്ത് നമുക്ക് ഇഞ്ചറീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആകെ നമുക്ക് ചില റിസൾട്ട്സ് ആണ് നമ്മളുടെ അഗേൻസ്റ്റ് പോയത്. അതിന് മുമ്പത്തെ കൊല്ലമാണ് നമുക്ക് സലീബിയുടെ ഇഞ്ചറി ഒക്കെ വന്നത്. അപ്പൊ ഈ ഒരു അറിയില്ല, ഈ പ്രാവശ്യം നമുക്ക് എങ്ങനെയാണെന്ന് നമ്മളൊന്നും പ്രിഡിക്ട് ചെയ്യുന്നില്ല. എന്താവെന്ന് കണ്ടറിയാം. നമ്മളിപ്പോ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് മാക്സിമം നമുക്ക് ജയിക്കാൻ പറ്റുന്ന കളിസൊക്കെ ജയിക്കാം. അതാണ് നമുക്ക്. പിന്നെ ലിവർപൂളിന് ആ ഒരു അതെ ചുമ്മാ പ്രഷർ ഇട്ടോണ്ടിരിക്കുക ഫോർ ദം ടു ഡ്രോപ്പ് പോയിന്റ്സ് എന്നുള്ള സീൻ. അതേ ലിവർപൂൾ ആർസെനൽ പറ്റുള്ളൂ ഫ്രം ആർസെനൽ അതെ, സൈഡ്. അത് നമുക്ക് അതേ പ്രതീക്ഷയോ നമുക്കിപ്പോ ചെയ്യാനുള്ള ആകെ നമ്മൾക്ക് കളി ജയിക്കാന്ന് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. ലിവർപൂളിൽ എന്തായാലും നമുക്കറിയില്ല. ബട്ട് ഫീൽ നമ്മളുടെ ഈ ഫോം കാണുമ്പോൾ നമ്മൾ 2022-23 സീസൺ എനിക്ക് ഓർമ്മ വരുന്നത്. ആർസനൽ ഒരു വൺ റോക്കറ്റ് പോലെയാണ് ആർസനൽ ആ സീസൺ സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് വരെ ആ ഒരു പോയി. അവസാനത്തെ ഒരു 1-2 മാസമാണ് നമ്മൾ ശരിക്കും ഡ്രോപ്പ് ആയത്. ലിവർപൂൾ അങ്ങനെ വരുമെന്ന് പറയില്ല. ബട്ട് ലിവർപൂൾ ഹാസ് മോർ പെഡിഗ്രി തന്നെ നമ്മൾ അക്നോളജ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ലിവർപൂളിന്റെ മെയിൻ പ്ലേയേഴ്സ് ഹാവ് ഓൾറെഡി വൺ ദ ലീഗ് ബിഫോർ.
So they know how to get the job done. അതെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും നമുക്കില്ല. അതെ ബട്ട് ലിവർപൂളിൽ ഞാൻ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ലിവർപൂളിൽ കുറച്ചുകൂടി ടഫർ ഫിക്സേഴ്സ് വരാൻ പോകുന്നേ ഉള്ളൂ. അതെ ലിവർപൂളിന്റെ ഏപ്രിൽ മെയ് ആണ് ലിവർപൂളിന്റെ മെയിൻ ടഫ് ടഫർ ഫിക്സ്ചേഴ്സ് ഫിക്സേഴ്സ് ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ ലിവർപൂൾ നമ്മുടെ അഗേൻസ്റ്റ് എമിറേറ്റ്സ് കളിച്ചപ്പോൾ ശരിക്കും ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ അവർ ശരിക്കും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഇവർ കംപ്ലീറ്റ്ലി ഡോമിനേറ്റിംഗ് ദ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ശരിക്കും അവർ കളിക്കാൻ തുടങ്ങിയത്. അതെ സോ ലിവർപൂൾ ക്യാൻ ബി ബീറ്റൺ. അതെ ലിവർപൂളിൽ എന്തായാലും ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ലിവർപൂൾ ക്യാൻ ബി ബീറ്റൺ ഇഫ് എ ഗുഡ് ടീം ലൈക്ക് ബോൺമൗത്ത് ആണെങ്കിൽ ദേ ക്യാൻ ഗിവ് എ ടൈറ്റ് ഗെയിം ടു ലിവർപൂൾ. ബട്ട് നമ്മൾ അതും പ്രതീക്ഷിക്കുന്ന കാര്യം നമുക്കാകെ ചെയ്യാനുള്ളത് വി ഹാവ് ടു വിൻ അവർ ഗെയിംസ്. ദാറ്റ്സ് ദി അതെ മേജർ തിങ് അതെ ദാറ്റ് വി ഹാവ് ടു ഡു. ദ റെസ്റ്റ് ഓൾ വിൽ ഫോൾ ഇൻ ടു പ്ലേസ്. ദാറ്റ്സ് ഇറ്റ്. അതെ ആ ഒരു സംഭവം ആർസലിന്റെ ഭാഗം ആർസൽ ക്ലിയർ ചെയ്യുക. എൻഡ് ഓഫ് ദ സീസൺ എന്താവും അപ്പൊ നോക്കിയിട്ട് ഡിപ്പെൻസ് ഓൺ ദാറ്റ് സിറ്റുവേഷൻ പാലിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ടൈറ്റിൽ റേസ് വരണമെന്നല്ല, ഉണ്ടെന്നും നമ്മൾ സ്ഥാപിക്കാൻ നോക്കുന്നതല്ല. ഇറ്റ് ഇസ് ലൈക്ക് എന്തേലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനം ഇതേ ഉള്ളൂ ഇപ്പം. അല്ല ലൈക്ക് ലിവർപൂളിന് ഇനിയിപ്പോ പ്രഷർ കൊടുക്കാൻ ഇപ്പൊ നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ. അതെ ഇനിയിപ്പോ അറിയില്ല ഇന്നത്തെ മാച്ച് കൂടി കേട്ടറിയാം സിറ്റി ആണോ അതോ ചെൽസി ആണോ ഇനി അഡീഷണൽ ടീം വരാൻ പോകുന്നത്. നോട്ടിംഗം ഫോറസ്റ്റ് എന്തായാലും തീരുമാനമായി. അവരെന്തായാലും സ്ലോലി ദേ വിൽ ഗോ ഡൗൺ ഫോർ ഷുവർ. ഇപ്പൊ അതെ സിറ്റി അല്ലെങ്കിൽ ചെൽസി ആയിരിക്കും അടുത്തൊരു ടീം വരാൻ പോകുന്നത്. അത് ഈ അതെ ഇന്നത്തെ മാച്ച് കൂടി നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇന്നത്തെ കളിയും കൂടെ സിറ്റിയുടെ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ദേ ആർ ഔട്ട് ഓഫ് പ്രോപ്പർ ടൈറ്റിൽ റേസിൽ നിന്ന് ഔട്ടായി. അവർ ഏകദേശം ഔട്ടായെന്ന് തോന്നുന്നു. എനിക്കൊന്ന് അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഈ ഒരു മാസം നോക്കുവാണ്. ഇപ്പൊ തന്നെ ഈ മാസം 3 പ്ലേയേഴ്സ് അവർ മേടിച്ചു വരുന്നു. സോ അവർ ജസ്റ്റ് നോക്കും ഒരു പേരിന്റെ ഉണ്ടാവും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സിറ്റി ഈസ് ഗോയിങ് ടു വിൻ ദ ലീഗ് ദിസ് ടൈം. വെരി ടഫ്. അതില്ല, സിറ്റി ഈസ് ജസ്റ്റ് ലുക്കിംഗ് ഫോർ ടോപ്പ് 4 എന്നുള്ള സിറ്റുവേഷൻ. അത്രേ ഉള്ളൂ. സിറ്റി ഈസ് നോട്ട് ഗോയിങ് ടു വിൻ ദ ലീഗ്. അതാണ് സിറ്റി ഈസ് നോട്ട് ഗോയിങ് ടു വിൻ ദ ലീഗ്. ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. അതാണ് എനിവേസ് ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ 6 പോയിന്റ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ, ഞാൻ ഇപ്പൊ പോയിന്റ്സ് ടേബിൾ നോക്കാം, 6 പോയിന്റ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ആർസണൽ ലിവർപൂൾ വിത്ത് ഗെയിം ഇൻ ഹാൻഡ് ഫോർ ലിവർപൂൾ. പിന്നെ നോട്ടിംഗം 44 ഉള്ളൂ. 44 ഇൻ ദ സെൻസ് അവർക്കപ്പം 9 പോയിന്റ്സ് ഡിഫറൻസ് ആയി. ആസ് ഓഫ് നൗ സ്റ്റാൻഡിങ്, നമ്മളിപ്പം കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡിസ്കഷൻ നടക്കുന്നത്. അപ്പം ആസ് ഓഫ് നൗ ചെൽസി 1-ൽ നിൽക്കുന്നുണ്ട്. ചെൽസി അറൌണ്ട് 43 പോയിന്റ്സ്. അപ്പൊ 10 പോയിന്റ്സ് ഡിഫറൻസ് വിത്ത് ഗെയിം ഇൻ ഹാൻഡ് ഫോർ ലിവർപൂൾ എന്നുള്ള സിറ്റുവേഷൻ. സോ ഏകദേശം ഒരു 12-11 പോയിന്റ്സ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ട് ബിറ്റ്വീൻ ലിവർപൂൾ ആൻഡ് സിറ്റി. സിറ്റി ആയിട്ട് സിറ്റിയും ലിവർപൂളും 16 പോയിന്റിന്റെ വ്യത്യാസം ഉണ്ട് ഓൾറെഡി. സിറ്റി എന്തായാലും ചാൻസ് അവരുടെ പോയി. ഇപ്പൊ ആകെ ശരിക്കും ചാലഞ്ച് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. മേ ബി ചെൽസി മൈറ്റ് കം ഇൻ ടു പ്ലേ. ബട്ട് നമ്മൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഞാൻ നേരത്തെ പറയാം, വി ഹാവ് ടു വിൻ അവർ ഗെയിംസ്. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ആസ് ദാറ്റ്. അതെ. അപ്പം നമുക്ക് എന്തായാലും ചാമ്പ്യൻസ് ലീഗ് ഡിസ്കഷന് വേണ്ടിയും വരാം. വെനസ്ഡേ അല്ലേ നമ്മുടെ കളി ജിറോണായിട്ട്. അപ്പം ഇന്നത്തെ വൂൾസ് കളി 1-ൽ വിക്ടറി. സോ ഹാപ്പി, സമാധാനമുണ്ട് ടു സീ. അതെ 10v10 ആണെങ്കിൽ പോലും ലൈക്ക് വിത്ത് ഓൾ ഓഡ്സ് ഓഫ് റെഫറിങ് ആൻഡ് എവറിത്തിങ് 1-ൽ വിക്ടറി ഈസ് എ വിക്ടറി. 3 പോയിന്റ്സ് ഇൻ ദ ബാഗ്. സോ താങ്ക് യു ബ്രോ ഫോർ ജോയിനിങ്. ഇന്നത്തെ വീഡിയോയിൽ ജോയിൻ ചെയ്ത് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. See you bro. Okay, good night. Good night.